ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലുവയിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴി ഞാനാദ്യം പോകുന്ന വഴിയിലെ കാഴ്ചകളും നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളെന്തായാലും കാണുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലുവയിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, നമ്മുടെ തന്നെ സാധനങ്ങൾ. അപ്പോൾ അതെടുത്തിട്ട് വരാനാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര. നമ്മൾ കോട്ടേഴ്സിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഏകദേശം 10-11 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ തിരക്കുകളും കാര്യങ്ങളും, പ്രത്യേകിച്ച് എറണാകുളം സിറ്റി അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ തിരക്കുകളും കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ തിരക്കുണ്ടായാലും തിരക്കില്ലേലും ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആയതിനെ കൊണ്ട് തന്നെ വലിയ ചടപ്പില്ലാണ്ട് ഞാനിങ്ങനെ ഓരോന്ന് കണ്ട് ആസ്വദിച്ച് ബാക്കിൽ തന്നെ ഇരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ ആസ്വദിക്കാനുള്ളതെന്നല്ലേ? സത്യം പറഞ്ഞാൽ ഓരോ കാര്യങ്ങളിലും ഓരോരോ കാര്യങ്ങൾ കണ്ടെത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നും വീക്ഷിച്ചും നിരീക്ഷിച്ചും അങ്ങനെ ബാക്കിലിരുന്നു. നമ്മൾ സാധാരണ കൊച്ചിയിലെത്തുമ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. കാരണം അതാണ് കുറച്ചും കൂടി സേഫ് ഉള്ളത് കൊണ്ടായിരിക്കണം. പിന്നെ ഇപ്പം വാപ്പാൻ്റെ വണ്ടി വന്നത് മെയിനായിട്ട് സർവീസ് ചെയ്യാനാണ്, ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 2 വീലറിൽ ഇങ്ങനെ കറങ്ങുന്നത്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും 2 വീലർ ആണെങ്കിലും, അതായത് പേഴ്സണൽ ആണെന്നുണ്ടെങ്കിലും രണ്ടിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അതിപ്പോൾ ഞാൻ പറയേണ്ടതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ആലുവ എത്തിയിട്ടാണോ എത്തണതിന് മുന്നേ ആണോ ഏതോ ഒരു റോഡിൽ കൂടി ഉള്ളിലോട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണിത്. റോഡെന്ന് പറഞ്ഞാൽ മഹാമോശമായിരുന്നു. നല്ല പണി കിട്ടിയ റോഡ് പോലെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡും നമ്മൾ പാസ് ചെയ്ത് ആ വഴി പോയി. അപ്പം ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഫുള്ളിങ്ങനെ പച്ചപ്പ് വയലൊക്കെ ആയിട്ടാണ് ആ ഒരു സൈഡുള്ളത്. ഇപ്പുറത്താണെങ്കിൽ റെയിൽവേ ട്രാക്കായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോവാണ്. വലിയ ആൾബഹളമൊന്നും ഇല്ലാത്ത റോഡായതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് പോകേണ്ടി വന്നു. റോഡിൻ്റെ കാര്യം അപേക്ഷിച്ച് കുറച്ചധികം നേരം നമ്മൾ ഈ ഒരു പോക്ക് തന്നെയായിരുന്നു. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ വണ്ടിയുടെ വയറ് നിറഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വിട്ടു. ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനും ഉള്ളത്. ഈ ഒരു സ്പോട്ട് കറക്റ്റ് എവിടെയാണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഏതോ ഒരു പള്ളീൻ്റെ ബാക്ക് സൈഡായിട്ടൊക്കെ വരും. നമ്മൾ വന്ന വഴി കണ്ടില്ലേ, അതൊരു വഴിയാണ്. വേറെയും വഴികളുണ്ട് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പള്ളീൻ്റെ ബാക്ക് സൈഡായിട്ടൊക്കെ വരുന്നു. അപ്പോൾ എന്തായാലും ഉച്ച ബാങ്കൊക്കെ വിളിച്ചായിരുന്നു. സോ നമ്മൾ നിസ്കരിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് സാധനം എടുത്തുകൊണ്ട് പോവാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാന്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പള്ളി തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. കുറച്ച് നേരം ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പള്ളിയുടെ അവിടെ എവിടെയും നല്ല കാണാൻ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തു. ഇരുന്നോട്ടെ, കുറച്ച് ലെങ്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നത്. പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മദ്രസയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു വ്യൂ ആണ് പള്ളീൻ്റെ അകത്തിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. ഏകദേശം നട്ടുച്ചയാണ്. അതാണ് ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ലാത്ത. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണത് കണ്ടിട്ടാന്ന് തോന്നുന്നു കാക്ക വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. എൻ്റെ നാട്ടിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാക്കകൾ ഉള്ളത്, കാക്കയുടെ ശല്യം ഉള്ളത്. ഇവിടെ അങ്ങനെ ശല്യങ്ങളോ ഒരുപാട് കാക്കകളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഈ സംഭവം ഇത് ഞാൻ ഇപ്പം എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചെയ്യലുണ്ട്. വെറുതെ ഇരിക്കാനായിട്ട് ഞാനൊരിറ്റ സമയം പോലും വേസ്റ്റ് ആക്കണില്ല. ഈ സാധനം ഞാൻ എവിടെ ഇറങ്ങുകയാണെങ്കിലും ഞാൻ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് ഞാനിങ്ങനെ ക്രോഷേ ചെയ്യും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പൗച്ചാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു പേജാണത്. ഓരോ ക്രോഷേറ്റിൻ്റെ പ്രോജക്റ്റും ചെയ്യുമ്പോഴും ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് ഇതിപ്പോൾ തീരുമോ പെട്ടെന്ന്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റായിരുന്നു.
എനിക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തീരണം, അല്ലെങ്കിൽ ഇപ്പം കിട്ടണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെ ആയി. കാരണം മെല്ലെ മെല്ലെ ആണെങ്കിലും നമ്മുടെ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എഗെയിൻ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രോജക്റ്റും ചെയ്യുമ്പോഴും നമുക്ക് പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ തന്നെ വരുന്നത് കൊണ്ട് അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതിനുശേഷം വാപ്പി വന്നു, നമ്മൾ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഇതിൽ നമ്മൾ ഇറങ്ങുകയാണ്. വാപ്പി നിസ്കരിച്ച് വന്നിട്ട് ഞാനിവിടെ കുറച്ച് നേരം പോസ്റ്റായിരുന്നു. കാരണം വാപ്പക്കൊരു ഫോൺ വന്നായിരുന്നു. പിന്നെ ഫോൺ വന്ന് ഫോണിന് റെസ്പോണ്ട് ചെയ്ത് സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പം ഞാൻ കുറച്ചും കൂടി പുറത്തത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. വെറുതെ നിൽക്കല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കൽ. അങ്ങനെ കുറച്ച് നേരത്തെ ഫോണിലെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പോകുന്ന വഴിക്കാണ് നമ്മൾ ഇവനെ കണ്ടുമുട്ടുന്നത്. പൂച്ച എനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആണ്. അവനെ എവിടെ കണ്ടാലും ഞാനതിനൊരു വീഡിയോ എടുക്കാണ്ട് ഇങ്ങോട്ടേക്കും പോയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും. അതെൻ്റെ ഒരു സുന്നത്തായ ഒരു കാര്യം പോലെ എൻ്റെ കൂടിയ സാധനമാണ്. പ്ലാനിൽ ചെറിയ മാറ്റണ്ടേ. കുറച്ചധികം നേരം നടന്നിട്ട് നമ്മൾ പറഞ്ഞ് ബാഗും കാര്യങ്ങളും എടുത്തിട്ട് പോയാൽ പോരെ ഫുഡ് കഴിക്കാൻ, അല്ലെ പിന്നീടും വരണ്ടേന്ന് വിചാരിച്ചിട്ട് എടുക്കേണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഹോട്ടലിൽ പാപ്പ എത്ര തവണയാണ് താങ്കൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത്? കൈയ്യുടെ വാങ്ങാണല്ലേ? ആ, എത്ര വട്ടം? നല്ല ഫുഡാണ്. ഗൈസ്, വെളുത്ത ഹാർട്ടുള്ള എനിക്ക് വെളുത്ത പ്ലേറ്റും കറുത്ത സന്ദർഭത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോ ഗൈസ്, ഒരിക്കലുമല്ല. വാപ്പ മാറ്റാൻ ശ്രമിച്ചിട്ട് ഞാൻ മാറാത്തതാണ് ഗൈസ്. നോ വേ മാൻ. ഓക്കെ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യാനുള്ളത് കൊണ്ടും ബാഗിൽ ഇരിക്കാനുള്ളത് കൊണ്ടും ഒരു ബിരിയാണി കഴിക്കുന്നു. ഓവർലോഡായി ചിലപ്പോൾ വണ്ടിയിൽ കിടന്നുറങ്ങിയാലോ ഉച്ചമയക്കം ഉള്ള ആളാണ് വാപ്പ. സോ നമ്മൾ അതുകൊണ്ട് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ചലിക്കാമെന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ഓക്കെ, റീച്ച്ഡ് അവർ ഹോം. പോകുമ്പോൾ എന്തൊക്കെ ആയിരുന്നു. നല്ല എനർജറ്റിക്കോടെ പോയ ഞാൻ തിരിച്ചു വരുമ്പോൾ ചത്ത് ശവമായി പവനായി എത്തിയിട്ടുണ്ട്. ബട്ട് ഒരു മിനിറ്റിലേക്ക് വരാം.